അനശ്വര, ബാലു വർഗീസ്, അർജുൻ അശോകൻ എന്ന് സ്വന്തം പുണ്യാളൻ. ഈ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രധാനമായും ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പള്ളി മേടയിൽ തന്നെയാണ്. അതിനകത്ത് വളരെ ചെറിയ ലൊക്കേഷൻസ് ആണ്, മിനിമൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ മിനിമൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ എത്രമാത്രം അത് എൻഗേജിങ് ആക്കാം, എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതിൻ്റെ പ്രൈം എക്സാമ്പിളാണ്. മാത്രമല്ല ക്യാരക്ടേഴ്സ് ചെറുതാവുന്നത് കൊണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ എല്ലാം ഈ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലേക്ക് മാത്രമായി മാറും. ഇപ്പം ബാലു വർഗീസ്, അനശ്വര, അർജുൻ അശോകൻ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പക്ഷേ ആദ്യ പകുതിയിൽ ഉടനീളം ബാലു വർഗീസിലേക്കും അനശ്വരയിലേക്കും മാത്രമാകുന്നു നമ്മുടെ ശ്രദ്ധ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കാം പ്രേക്ഷകരെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ബാലു വർഗീസ് തീർത്തും നിരാശനായി എന്നുള്ളത് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. സംഭവം അദ്ദേഹത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായി അദ്ദേഹം ഒരു ട്രാപ്പിൽ പെടുകയും അതിൽ നിന്നും അദ്ദേഹം എങ്ങനെയായിരിക്കാം സോർട്ട് ചെയ്യുക, പുറത്തേക്ക് കടക്കുക എന്നുള്ളത് തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത് ഹ്യൂമറിസ്റ്റിക് മോഡലൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബാലു വർഗീസിന് ഒട്ടും അതങ്ങോട്ട് ക്യാരി ചെയ്യാൻ പറ്റാത്ത പോലൊരു ഫീലിംഗ് ഉടനീളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ഉടനീളം ടെൻഷൻ കാണിക്കുന്നു, വെപ്രാളം കാണിക്കുമ്പോഴൊക്കെ തന്നെ മനഃപൂർവ്വം വെപ്രാളം കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ഫീലിംഗ് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അതായത് അഭിനയമാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഉടനീളം ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. മോളെ 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 എന്ന് വിളിക്കുന്നതിൽ പോലും ഒരു ഓവർ റിപ്പീറ്റേഷനിൽ പോലും അരോചകം ഉണ്ടാകുന്നത്. അനശ്വരയാണ് മോളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റേഷനായിട്ട് ഇങ്ങനെ വരുന്നതിൽ പോലും എന്തിനാണിത് ഇങ്ങനെ എന്ന് തോന്നുന്ന തരത്തിൽ ടെൻഷൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഒരു തരത്തിലും ആ ടെൻഷൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് സ്ക്രീനിന് പുറത്തേക്ക് ഓഡിയൻസിനേക്ക് കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ആനിമേഷൻ രൂപേണയാണ് ഈ സിനിമ കാണിക്കുന്നത്. പെട്ടെന്ന് ഈ സിനിമ വന്ന് കയറി ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴേക്കും ഇത് ആ സിനിമ തന്നെയാണോ എന്ന് സംശയം തോന്നിപ്പോയി. കാരണം അടിപൊളി ആനിമേഷനിലാണ് ആ സിനിമ തുടങ്ങുന്നത്. നല്ലൊരു കഥയും ആ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് തുടക്കത്തിൽ. കൊള്ളാലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ തുടക്കം തൊട്ടിരുന്ന് കാണാൻ ശ്രമിച്ചത്. പിന്നീട് അങ്ങോട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അത് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നു, ബാലു വർഗീസിന് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു ഇടവകയിലേക്ക് മാറുന്നു. ഇതൊക്കെ ഈ താളത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേജ് സെറ്റിംഗ് ഒക്കെ തന്നെ നല്ല രസമായിട്ട് തോന്നി. ഓക്കെ, ഈ അങ്ങോട്ടേക്ക് പോവുകയാണ്, അപ്പോൾ എന്തോ ഒരു സംഭവം വരാനുണ്ട് എന്നുള്ളൊരു പീക്ക് മൊമെൻറ്റിലേക്ക് പ്രേക്ഷകൻ എത്തുന്നുണ്ട്. അവിടേക്കാണ് വിനീത് വിശ്വവും അനശ്വരയും ബാലു വർഗീസിൻ്റെ ലൈഫിലേക്ക് കയറി വരികയും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നീട് ഫസ്റ്റ് ഹാഫ് ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ ബാലുവും അനശ്വരയും മാത്രമാണ് ഇത് ഷോൾഡർ ചെയ്യുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് മാത്രമായി ഈ സിനിമ ഒതുക്കപ്പെടുകയാണ്. അതിൽ അനശ്വര നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അനശ്വരയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അനശ്വരയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മോഡിലേക്ക് അനശ്വരയ്ക്ക് അത് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫിലുടനീളം അത് രസകരമായി തോന്നുകയും ചെയ്തു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ബാലു വർഗീസ് മാത്രമാണിത് അഭിനയിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ തോന്നുന്നു. അൽത്താഫ് സലീം, രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ജസ്റ്റ് വരുന്നു പോകുന്നു. അൽത്താഫ് കുറച്ചുകൂടെ ഒരു ഹ്യൂമറിസ്റ്റിക് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതും റിപ്പീറ്റേഷൻ. അൽത്താഫിനെ എങ്ങനെയാണോ നമ്മൾ കണ്ടുപരിചയമുള്ളത് അതേ മോഡിൽ അൽത്താഫ് വീണ്ടും ഈ സിനിമയിൽ വരുന്നു. ചിരി പൊട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വലിയ ഹ്യൂമറൊന്നും അൽത്താഫിൻ്റെ ഭാഗത്തൊന്നും വർക്കായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ മുന്നോട്ട് പോകുന്നു. ഈ സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ പോലെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്, ഇതെങ്ങനെയാണ് അയാൾ കാണാതെ ഇയാളെ ഒളിപ്പിക്കുക, അയാളെ കാണാതെ ഇയാൾ മാറ്റി നിർത്തുക, ഇങ്ങനത്തുള്ള ടൈപ്പ് പ്രിയദർശൻ സിനിമകളുടെയൊക്കെ ഒരു മിനിയേച്ചർ മോഡലിലേക്ക് എന്ന് സ്വന്തം പുണ്യാളൻ്റെ ആദ്യ പകുതി ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വർക്കാവുന്നില്ല. അത് ആ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് കുറച്ചുകൂടെ രസകരമായ സിറ്റുവേഷൻസ് കൊണ്ടുവരാമായിരുന്നു. പല ക്യാരക്ടേഴ്സിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറിനെ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഫാദറിനെ കൊണ്ടുവരുന്നുണ്ട്, കപ്പ്യാരായ അൽത്താഫ് സലീമിനെ കൊണ്ടുവരുന്നുണ്ട്. ഇവരൊക്കെ ഇവരിൽ നിന്നൊക്കെ ഒളിപ്പിക്കുക എന്നുള്ള ശ്രമങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇത് എന്തായാലും സോൾവ് ചെയ്ത് പുറത്തേക്ക് വരും. കാരണം ക്ലൈമാക്സിലാണല്ലോ ഇതിൻ്റെ ഒരു ബോംബ് പൊട്ടിക്കുക എന്നുള്ളത്. അതൊക്കെ നമുക്ക് പ്രേക്ഷകനെ അറിയാം. കാരണം ഇതുപോലത്തെ സിനിമകളൊക്കെ നമ്മൾ വർഷങ്ങളായി കണ്ടിട്ടുള്ളതാണ്, ഇതേ പാറ്റേണിലുള്ള സിനിമകൾ. പക്ഷേ എന്നാൽ പോലും അതെങ്ങനെയായിരിക്കാം ഇൻട്രസ്റ്റിംഗ് ആക്കി അങ്ങ് പീക്ക് കൊണ്ട് എത്തിച്ചിട്ട് അതിലെങ്ങനെ ഇയാൾ എസ്കേപ്പ് ആവുന്നു എന്നുള്ളതിലാണല്ലോ ഇതിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. പക്ഷേ അതിലെല്ലാം തന്നെ ഈസിലി എസ്കേപ്പ് ആവാൻ കഴിയുന്ന തരത്തിലേക്ക് ബാലു വർഗീസിൻ്റെ കഥാപാത്രത്തിലേക്ക് മാറാൻ വേണ്ടി ഒരു സ്പേസ് സ്ക്രീൻ പ്ലേ ഒരുക്കുമ്പോഴേക്കും ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എസ്കേപ്പായി, ഇതിനകത്ത് വലിയ ഞെട്ടലില്ല എന്ന് തോന്നൂലേ? കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി, കുറച്ചുകൂടെ പിടിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിലേക്ക് കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്ത് അത് പിന്നീട് എസ്കേപ്പ് ആകുമ്പോഴാണ് അതിലൊരു കിക്ക് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു കിക്ക് മോഡിലേക്ക് എത്തുന്നില്ല ഫസ്റ്റ് ഹാഫ്.
ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ പോർഷനിലേക്ക് ആകുമ്പോഴേക്കും അർജുൻ അശോകൻ എത്തുന്നു. പിന്നെ ഒരു കളർ പ്രതീക്ഷിക്കുന്നുണ്ട്. അർജുൻ അശോകനും കൂടി വരുമ്പോഴേക്കും ഈ ഒരു മൂവർ സംഘം എങ്ങനെയായിരിക്കാം ഇത് ടാക്കിൾ ചെയ്യുക എന്നൊരു വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും മാറുകയാണ്. സെയിം തകൃതയും തീർത്തവും അതേ പാറ്റേണിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോട്ട് വരും. അടുത്ത സിറ്റുവേഷനെങ്കിലും അടുത്ത സിറ്റുവേഷനെങ്കിലും കുറച്ചുകൂടെ നന്നായിരിക്കണേ, അടുത്ത സിറ്റുവേഷനെങ്കിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണേ എന്ന് തോന്നും. പക്ഷേ വീണ്ടും ഒരു ഫ്ലാറ്റ് ലൈനിലേക്ക് പോവുകയാണ്. പിന്നെ ഉണ്ടാകുന്നത് 2 ട്വിസ്റ്റുകളാണ്. ആ ട്വിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് അനശ്വരയ്ക്ക് പുൾ ഓഫ് ചെയ്യുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിലേക്ക് അനശ്വരയ്ക്ക് ആ ട്വിസ്റ്റിൽ അനശ്വരയ്ക്ക് ഒട്ടും വർക്കാവുന്നില്ലെന്നേ. ആ ക്യാരക്ടറിന് ഉണ്ടാവുന്ന പലപ്പോഴായിട്ടുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ബാലു വർഗീസിനുണ്ടാവുന്ന ചേഞ്ചസ്, അർജുൻ അശോകനുണ്ടാവുന്ന ചേഞ്ചസ്, ഇതൊക്കെ തന്നെ ഒരു ഏച്ചുകെട്ടൽ പോലെ ഫീൽ ചെയ്തു. ഒരിക്കലും നമുക്കതൊന്ന് കൺവിൻസിങ് ആവുന്നില്ല. ട്വിസ്റ്റ് കൺവിൻസിങ് ആണ്. ഞാൻ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഉള്ള ഗ്രാഫ് അതിലേക്ക് മാറുമ്പോഴേക്കും അത് പെർഫോം ചെയ്തേക്കുന്ന രീതിയും കൂടി വെച്ച് നോക്കുമ്പോഴേക്കും അത് ഒരു തരത്തിലും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നില്ല. പെർഫോമൻസ് വൈസും ഒരു വീക്ക് സോണിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത. അതാണ് ഈ മിനിമൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം എല്ലാ കണ്ണുകളും അവരിലേക്കാണ്. അവരിലുണ്ടാകുന്ന ഓരോ ഗ്രാഫും പ്രേക്ഷകൻ ഇങ്ങനെ അളന്നുകൊണ്ടേയിരിക്കും. ആ ഗ്രാഫിൽ എന്തെങ്കിലും ഒരു താഴ്ചയോ മാറ്റമോ ഒക്കെ സംഭവിച്ചാൽ അത് സിനിമയുടെ ടോട്ടാലിറ്റിയെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയിൽ പ്രകടമായിട്ടും കാണുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും നല്ല രസകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഒക്കെ ഇവർ കൊണ്ടുവരുന്നു. ഒരു ടിപ്പിക്കൽ ക്ലീഷയിൽ നിന്നൊക്കെ മാറി ഒരു നല്ല ട്വിസ്റ്റിലേക്ക് തന്നെ സിനിമ എൻഡ് ചെയ്യിക്കുന്നതിൽ രസകരമായി ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ എന്തിനു വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ന് തമ്മിലുള്ള കൂട്ടിയും കിഴിക്കലും എല്ലാം ഒരു എൻഡ് പോയിന്റിലേക്ക് കൊണ്ട് അവരെത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറുതായിട്ടൊരു മിസ്കാസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടും കൂടി ഈ വേളയിൽ പറയുകയാണ്. BGM വൈസ് അതിഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആ ഇൻട്രസ്റ്റിംഗ് പോർഷൻസിലൊക്കെ നമുക്കൊന്ന് ഹുക്ക് ചെയ്യുന്ന തരത്തിലേക്ക് BGM കൊണ്ടുവരുന്നുണ്ട്. സിറ്റുവേഷൻസ് കുറച്ചുകൂടെ രസമാക്കാമായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കാമായിരുന്നു എന്നൊരു ഫീലിംഗ് സിനിമയിലുടനീളം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻ തുടങ്ങുന്നത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെ ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസിലെയും കുറച്ചുകൂടെ രസകരമായിട്ട് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. മഹേഷ് മധുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വന്നു പോകുന്ന പല ആർട്ടിസ്റ്റുകളുടെയും ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മിസ്കാസ്റ്റിങ്ങുകളൊക്കെ പ്രകടമായിരുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ്. എന്തായാലും സിനിമ ഒരു ഹ്യൂമർ ടച്ചിലേക്ക് സിനിമ മാറുന്നുണ്ട്. സിനിമ ആ ഹ്യൂമർ ട്രാക്കിലേക്ക് ചില പോർഷൻസ് ഹ്യൂമറിൽ വർക്കായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നൊരു പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല. ഒരു സ്ലൈറ്റ് ചിരി, ഒരു ടെൻഷൻസിനിടയിൽ ഉണ്ടാകുന്ന ഒരു സ്ലൈറ്റ് ചിരി പകർത്തുന്നുണ്ട് ഈ സിനിമയിൽ. എന്നാൽ കുറച്ചുകൂടി ഒരു ഹ്യൂമർ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ എന്ന് തോന്നിപ്പോയി ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റി പറയാനുള്ളത്. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ വിപരീത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കുക. താങ്ക് യു സോ മച്ച്.